സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും നൽകപ്പെട്ട സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമായിട്ടുള്ള സാന്നിധ്യം ഞങ്ങൾക്ക് ഈ വിശുദ്ധ ദേവാലയത്തിൽ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസൻ കർത്താവെ കഴിഞ്ഞ ചില ദിവസങ്ങൾ മുമ്പ് ഞങ്ങളെ ഈ ലോകത്തിൽ നിന്ന് അവിടുത്തെ വാഗ്ദാന പ്രകാരം നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. അവിടുന്ന് നിന്റെ മകനായിട്ട് ഒരുക്കിയ നിത്യാധാരത്തിലേക്ക് നിന്റെ മകനെ എടുത്തുകൊള്ളുവാൻ അവിടത്തേക്ക് ഗൃഹീതമായതിനാൽ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ നന്ദി ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കാണപ്പെടുവാൻ ഇടയാക്കണം. ഇന്ന് ഈ പ്രിയപ്പെട്ട നിന്റെ മകന്റെ ഭൗതിക ശരീരത്തിന്റെ സമീപത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ ക്ഷണപങ്കത്തെ സംബന്ധിച്ച് ഓർക്കുവാൻ, മനുഷ്യ ജീവിതത്തിന്റെ ഒന്നുമില്ലായ്മയെ സംബന്ധിച്ച് ഓർക്കുവാൻ ഇടയാക്കണം എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട നിന്റെ മകന്റെ ഏർപ്പാട് നിമിത്തമായിട്ട് ഇവിടെ ലോകത്തെ കർത്താവെ സഖി നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നിന്റെ മകളെ ഞങ്ങളോ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് ജ്ഞാനമായി കൊടുത്തിരുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് വിവിധ സ്ഥലങ്ങളിലായിട്ട് നിന്റെ മക്കൾ കാണപ്പെടുന്നു. ഇവിടെ ആയിട്ട് നിന്റെ മക്കളെ അവിടുന്ന് ആശ്വസിക്കുകയും സമാധാനിക്കുകയും ചെയ്യണമേ. ഈ ശുശ്രൂഷയുടെ ആദ്യന്തം അങ്ങനെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യമാണേ. ഈ വിശുദ്ധമായ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് അവരുടെ സംസ്ഥാനത്തിൽ അവരുടെ തക്ക സമയത്ത് വന്ന് ചെയ്യുവാൻ അവർക്ക് സഹായിക്കുകയും നിന്റെ പുസ്തകമാർന്ന ചിലകളിൽ ഞങ്ങൾ ഒരു യഥാർത്ഥ പരിപാലിക്കുകയും ചെയ്യണമേ. ഇവിടെ ഈ വിശുദ്ധാലയത്തിൽ കൂടി വന്നിരിക്കുന്ന അങ്ങയുടെ ജനമായ ഞങ്ങളൊക്കെയും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് അങ്ങയുടെ വിളിക്ക് ഓർഹിക്കാനായിട്ട് വരുവാൻ അവിടുത്തെ എപ്പോൾ ഞങ്ങൾ വിളിച്ചിരുന്നാലും അങ്ങയുടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് കാണപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളായി നൽകണം, മാനവത്വം തിരുമിനെടുക്കണം. അനുവക്ഷനായ യേശുവേ അവിടുത്തെ വിധേയക നാമത്തിൽ വിവേകിക്കുന്നവരെ കൃത്യമായി പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം പരിശുദ്ധരാമേ. ആമേൻ. ദൈവനാമത്തിന് ഓർത്തുണ്ടാവട്ടെ. ഈ പ്രത്യേക ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ സെൻട്രൽ ചർച്ചിൽ ഉൾപ്പെട്ട ആളുകൾ, സൽവിഷ്ണാവരുടെ മാവേലിക്കര ഡിവിഷനുള്ള ആളുകൾ ദയവായിട്ട് ആരെങ്കിലും സീറ്റുകളിൽ ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ അതിഥികൾക്ക് വന്നുചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവർക്ക് ഇരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. Amen.
ചില നാളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അടൂർ ഡിവിഷനിലുള്ളതായ ഡിവിഷൻ സെക്രട്ടറി നമ്മെ എല്ലാവരെയും കൂടെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നതാണ്. ഞങ്ങളെ ക്രിസ്തുയേശുവിൽ കൂടെയാണ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസത്തെ ഞങ്ങൾ ഇപ്രകാരത്തിന്റെ ആയിരിക്കുന്നത് അവിടുത്തെ ഇന്നപ്രകാരമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, സ്നേഹമേറിയ ഗതിദാസൻ നീ അവിടെ അനുവദിച്ച കാലഘട്ടം ഈ ഭൂമുഖത്ത് ഞങ്ങളോടുകൂടി ഒരുമിച്ചായിരുന്നു. നിനക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാനായി ആവോളം യത്നിച്ചു. അനേകരെ നിന്റെ രാജ്യത്തിന് വേണ്ടി നിന്റെ ദാസൻ നേടിയല്ലോ. കർത്താവേ, നീ ഏൽപ്പിച്ചതിന്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ട് അങ്ങയുടെ ഇന്നപ്രകാരം അവിടെ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ കൊട്ടാരത്തിലേക്ക് നിന്റെ ദാസൻ കടന്നു വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ അവിടെ ഒരുക്കിയ പ്രകാശിയായി നിന്റെ ദാസൻ മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ ഭൗതിക ശരീരവുമായി ഞങ്ങൾ ഈ ആലയത്തിലായിരിക്കുമ്പോൾ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടുകൂടെയാണ് ഞങ്ങളായിരിക്കുന്നത് എങ്കിലും ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാണിയോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തു മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ദിനത്തിൽ ദാസനെ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുമെന്ന ഏറിയ വിശ്വാസത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരായിരിക്കുന്നതിന്റെ പ്രിയ വ്യക്തിയെയും മക്കളെയും മറ്റു പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലകളുടെ എന്ന് അരുളി ചെയ്ത കർത്താവേ, നിത്യമായ നിന്റെ സമാധാനത്താൽ ഈ ഹൃദയങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ ദ്രവത്വമുള്ള ദ്രവത്വത്തെയും ഈ മധ്യമായ അമൃതത്തെയും ധരിക്കേണ്ടത് ആവശ്യമാകയാൽ ഈ ജഡത്തിന് മരണം ആവശ്യമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, എങ്കിലും ഈ വേർപാട് താൽക്കാലികമെന്ന് വിശ്വസിക്കുന്നു. അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുവാൻ ശേഷിച്ച ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനായി കടന്നു വരുന്ന ഞങ്ങളുടെ അഭിമന്യ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസനെ അവിടുത്തെ ക്രൂശിന്റെ മകൾ മറയ്ക്കണമേ. അനുഗ്രഹമായ ശുശ്രൂഷ നടത്തുവാനായി അവിടുത്തെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവേ, ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിപ്പാൻ വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വേദനയുള്ള എല്ലാ ഹൃദയങ്ങളെയും നീ ആശ്വാസത്താൽ നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വേർപാട് താൽക്കാലികമെന്ന് ഞങ്ങൾ വീണ്ടും വിശ്വസിക്കട്ടെ. അവിടുത്തെ വരവിൽ ഒരുമിച്ച് കാണുവാനുള്ള പ്രത്യാശ ഞങ്ങളുടെ സ്വന്തമായി തീരേണ്ടത് ഈ പകൽക്കാലം ഈ ശുശ്രൂഷയെ നീ മുഖാന്തരമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. കർത്താവേ, ഒരുപാടുള്ളവരെ നീയോട് വേഗത്തിൽ കൂട്ടിവരുത്തണമേ. ഈ ശുശ്രൂഷയുടെ ആദ്യോടൊന്നും നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. വീണ്ടും ദുരിതരായിരിക്കുന്ന പ്രിയപ്രവർത്തകരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനം നിത്യമായിട്ടുള്ളതാണ്. ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല. ആയതുകൊണ്ട് ആ നിത്യമായ സമാധാനം നിന്റെ മക്കളുടെ അവകാശമാക്കി തീർക്കുവാൻ ഈ വഴിയിൽ നീ അവരോട് സംസാരിക്കുകയും അവരുടെ പ്രതീക്ഷകളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറയ്ക്കണം, മഹത്വം തിരികെ എടുക്കണം, ഇഷ്ടമുള്ള സമയം കൂടെ ഇരിക്കണം. യേശുദാന്റെ പ്രവേശിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ നിലയിൽ ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുമല്ലോ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ വിശുദ്ധ പുസ്തകത്തിൽ നിന്ന് നാം ഒരു ഭാഗം വായിച്ച് കേൾക്കാനായിട്ട് പോകുന്നു. മേജർ സീരിയസ് ജോസഫ് ഡിവിഷൻ സെക്രട്ടറി ഭാഗമേ വായിച്ച് കേൾക്കുകയും. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും പൊഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്നു. ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു.
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, KS കോശി വിലനിലത്ത് കൃപാലയം അവരുടെ സ്വർഗാരോഹണ അനുഭവത്തെ സ്മരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. ഈ സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ, കുടുംബത്തിന്റെ പ്രതിനിധി എന്ന നിലയിലും ചില വാക്കുകൾ പ്രസ്താവിക്കുവാൻ ഞാൻ ഈ സഭയെ ആഗ്രഹിക്കുന്നു. കോശി സാറിനെ സംബന്ധിച്ച് ഈ സഭ ഇറക്കിയിരിക്കുന്ന അനുസ്മരണം ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ കരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലഭിക്കാത്തവരുണ്ട് എങ്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ടോ വാങ്ങി നിങ്ങൾ വായിക്കണം എന്ന ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. സാറിന്റെ സേവനത്തെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ച് ആഴമായി നാം പഠിക്കുമ്പോൾ ദൈവകൃപയിലൂടെ വളരുകയും ദൈവകൃപയിലൂടെ അനേകായിരങ്ങളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുകയും ചെയ്ത ശ്രേഷ്ഠദാസനായിരുന്നു വിളനിലത്ത് KS കോശി. ഈ സഭയുടെ സ്മരണാഞ്ജലികൾ അദ്ദേഹത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമയം അഭിമന്യ ലഫ്റ്റനന്റ് കമാൻഡർ കമ്മീഷൻ മോഹൻ മസി അവർക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വളരെ വേഗം അദ്ദേഹം എത്തിച്ചേരും. ശുശ്രൂഷയുടെ ഭാഗങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്നു. KS കോശി വിലനിലത്ത് കൃപാലയം മാവേലിക്കര അദ്ദേഹത്തെ സംബന്ധിക്കുന്ന അനുസ്മരണം ഈ സമയം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷമായി സഭയുടെ ബഹുമാനത്തിന്റെ സമർപ്പണമായി റീത്ത് അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രക്ഷാസിന്റെ കേരള മണ്ണിൽ വേരെടുക്കുവാൻ തീവ്രമായി യത്നിച്ച ആരംഭകാല പ്രവർത്തകനായിരുന്ന ബ്രിഗേഡിയർ വിലനിലത്ത് J കോശിയുടെ മകനായ ബ്രിഗേഡിയർ BK ശീലാസിന്റെയും ബ്രിഗേഡിയർ മറിയാമ്മ ശീലാസിന്റെയും സീമന്തപുത്രനായി മാവേലിക്കരയിൽ 19/12/1934 വിലനിലത്ത് KS കോശി ജനിച്ചു. മാതാപിതാക്കൾ രക്ഷാസന ഉദ്യോഗസ്ഥരായിരുന്നതിനാൽ വിദ്യാഭ്യാസം പല സ്ഥലങ്ങളിലായിരുന്നു. മങ്കുഴി, കുപ്രാപ്പുര, പുതുവനയിൽ I മാത്തൻ മറിയാമ്മ ദമ്പതികളുടെ മകൾ സബിതയെ 1962 നവംബർ 29 വിവാഹം ചെയ്തു. മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്ന കോശി മെക്കാനിക്കൽ സൂപ്രണ്ടായി തമിഴ്നാട്ടിലെ നെയ്വേലി പ്രോജക്റ്റിൽ നിന്ന് 1992 ഡിസംബറിൽ റിട്ടയർഡായി. അതിനുശേഷം സുവിശേഷത്തോടുള്ള തീവ്ര സ്നേഹം മൂലം തന്റെ പിതാമഹന്മാരുടെ കാഴ്ചപ്പാടുകളെ അനുധാവനം ചെയ്യാൻ തീരുമാനിച്ച അദ്ദേഹം അടൂർ ഡിവിഷനിൽ കുവറ്റൂർ കോർ ഹെൽപ്പർ എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ശാരീരികമായ ബലഹീനത മുഖാന്തരം കോറിന്റെ ചാർജ് വിട്ട് മാവേലിക്കരയിൽ സ്ഥിരതാമസമാക്കിയ കോശി ഇന്ത്യൻ മിഷണറി ഫെലോഷിപ്പിന്റെ മാവേലിക്കര ഓഫീസിൽ ഓഫീസർ ഇൻചാർജായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. മാവേലിക്കര രക്ഷാസേന സെൻട്രൽ കോർ ചർച്ചിലെ വിശ്വസ്ത വീരൻ എന്ന നിലയിൽ ആദരണീയനായിരുന്നു കോശി. രക്ഷാ സൈനികൻ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സൈനികത്വം കാത്തു സൂക്ഷിച്ചു. തന്റെ പിതാമഹന്മാർ പാൽമുട്ടി വളർത്തിയ മാതൃസഭയെ ജീവനുതുല്യം സ്നേഹിച്ച ഇദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ഏറെ പ്രചോദനം നൽകുന്നു. സൈനിക പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ടിരുന്ന ഇദ്ദേഹത്തിന്റെ പിതാമഹൻ ബ്രിഗേഡിയർ BJ കോശി രക്ഷാസേനത്തിന്റെ ഡിവിഷണൽ കമാൻഡറായി സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്റെ മൂത്ത മകൻ യേശുദാസനും മറ്റൊരു ഡിവിഷണൽ കമാൻഡറായിരുന്നു. പിന്നീട് ബ്രിഗേഡിയർ BK ശീലാസ് കോശിയുടെ പിതാവ് ഡിവിഷണൽ കമാൻഡർ എന്ന പദവിയിലെത്തി. ലോക രക്ഷാസേന ചരിത്രത്തിൽ തന്നെ ഇതൊരു റിക്കാർഡാണ്. കോശി സബദി മക്കൾക്ക് സനു എന്നീ രണ്ടാം മക്കളും സബു എന്ന മകളുമാണുള്ളത്. ഇവർ മൂവരും കുടുംബസ്ഥരായി USA-യിൽ താമസിക്കുന്നു. ഇവർ രക്ഷയുടെ പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നവരാണെന്ന് പിതാവായ കോശി പല പ്രാവശ്യം സഭയിൽ സാക്ഷ്യം പ്രസ്താവിച്ചിട്ടുണ്ട്. തന്റെ ഓഫീസ് ആവശ്യമുള്ള ഇടപാടിനായി മാവേലിക്കര പുതിയകാവിലുള്ള ഫെഡറൽ ബാങ്കിലെത്തിയ കോശി പെട്ടെന്നുണ്ടായ ഹൃദയ സംബന്ധമായ രോഗത്താൽ അവിടെ വെച്ച് 25/9/99 ശനിയാഴ്ച പകൽ 11 മണിക്ക് മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ ത്യാഗപരമായ ജീവിതത്തിലൂടെയും വചനത്തിലൂടെയുള്ള മധുരമൊഴികളാലും ദൈവരാജ്യ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അവിരാമം പ്രവർത്തിച്ച് നമ്മെ ധന്യമാക്കിയ കോശിയുടെ ജീവിതം നമുക്ക് ദാനം ചെയ്ത ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. മഹത്വ നാട്ടിൽ വെച്ച് അദ്ദേഹത്തെ
വീണ്ടും കാണാം എന്ന പ്രത്യാശയിൽ മുൻപോട്ട് പോകാം. എല്ലാ മഹത്വവും നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശുവിന് രക്ഷാസൈന്യം മാവേലിക്കര സെൻട്രൽ കോർട്ട് ചർച്ച്. ഡോക്ടർ ജോസഫ് മുമ്പോട്ട് കടന്നു. വലിയ കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ അഭ്യുദയ സംസ്ഥാനത്തിന് അവർ ഈ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷയുടെ പ്രധാന ഭാഗങ്ങൾ നിർവഹിക്കുന്നതാണ്. എന്നാൽ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആരെയും അല്പം പോലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം വന്നു ചേരുന്നതിന് മുൻപ് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് ഇടയായത്. ഇപ്പോഴൊക്കെ ഒരു ഗാനം പാടും. അതിനുശേഷം സംസാരിക്കാനായിട്ട് ചില ആളുകളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ചുരുക്ക സമയം നമുക്കുള്ളതുകൊണ്ട് ഒരാൾ 2-3 മിനിറ്റുകൾ മാത്രം സംസാരിച്ച് അവരവരുടെ കൃത്യം നിർവഹിക്കുക. അതിനുശേഷം സംസ്ഥാനത്തിൽ നിന്ന് മറ്റ് ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശ്മശാന ഭൂമിയിലേക്ക് പോവുകയും പ്രിയപ്പെട്ടവന്റെ ഭൗതിക ശരീരം ശ്മശാന ഭൂമിക്ക് ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. 2-3 മിനിറ്റുകളിൽ കൂടുതലായി സംസാരിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇപ്പോൾ രക്ഷാസൈന്യ പാഠപുസ്തകത്തിന്റെ ചില ആഴ്ചകൾക്ക് മുൻപ് ഇതേ പീഠത്തിൽ എന്നെ കയ്യിൽ നിർത്തി പ്രസംഗിപ്പിക്കാനായ എൻ്റെ അളിയൻ, നിങ്ങൾ സ്നേഹിക്കുന്ന ഇളവിലത്ത് ക്രിസ്തുദാസ് കോശി, സന്ധിക്കായി ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ, ഇന്ന് വീണ്ടും എന്നെ ഒരിക്കൽ കൂടി പീഠത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ദീർഘമായ പ്രസംഗം പറയുവാൻ എനിക്ക് ഒടുങ്ങുന്നില്ല. എനിക്ക് പിന്നെ പതിവുണ്ട്, മുൻപ് പലരും പറഞ്ഞു കഴിഞ്ഞു.
എങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിന് ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ എൻ്റെ പ്രസംഗ വിഷയം ആരാണ് ഭാഗ്യവാനെന്നുള്ളതായിരുന്നു. ബഹുമാനപ്പെട്ട അയ്യ ഭാഗ്യം ഭാഗ്യം എന്ന ഒരു പാട്ട് രക്ഷാസൈന്യത്തിൽ നിന്ന് പാടി തന്നെ വളരെ സന്തോഷിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഭാഗ്യനാട്ടിൽ പോകുന്നവരാണ് ഭാഗ്യവാൻ. അങ്ങനെ കുടുംബക്കാരെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ സ്മരിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ ആ ഭാഗ്യനാട്ടിലേക്ക് പോയിരിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സന്തോഷിക്കുന്നു. യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്ന് പകൽ മുഴുവൻ എൻ്റെ ഓർമ്മയിൽ കടന്നു വന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണമേ. അതിന്റെ ജീവിതത്തിൽ ഞങ്ങൾ ദർശിച്ചതായ ഒരു കാര്യം, പിതാവിനെ പോലെ ആയിത്തീരുവാൻ തന്റെ ജീവിതം വേർതിരിച്ചു. വിശേഷാൽ സുവിശേഷ വേലയിലായിരുന്നു. അത് പ്രത്യേകിച്ച് ഒരു സൈനികനെന്നുള്ളതായ അഭിമാനത്തോടുകൂടെ ഈ കടക്കര പണിയിൽ തുടർന്ന് ആരാധനയിൽ പങ്കുകൊള്ളുകയും ഇന്ത്യൻ മിഷണറി ഫെലോഷിപ്പിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ സുവിശേഷ വേലയിൽ തന്നെ തന്റെ ഓട്ടം ഓടി, നല്ല പോർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടത്തിനായി താൻ കടന്നുപോയിരിക്കുന്നു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനമായി സഹോദര സ്നേഹം നിലനിൽക്കുവാൻ വേണ്ടി പിതാവിനെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവ് പഠിപ്പിച്ചത് പിതാവിനെ തൻ്റെ ജന്മം കൊടുത്തതായ പിതാവിനെ പോലെ ആയിത്തീരുവാൻ ശ്രമിച്ചു എന്നുള്ളതുപോലെ തന്നെ സഹോദരങ്ങളാകുന്ന ഞങ്ങൾ അവയെ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കുവാൻ, സഹോദര സ്നേഹം നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹം വളരെയധികം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഞാൻ പെട്ടെന്ന് ഇതുവഴി കടന്നുപോയതായ അവസരത്തിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും വന്ന് കണ്ടു. വലിയ സന്തോഷമായി. ഈ ദിവസങ്ങളിൽ എന്നെ കണ്ട പലരും പറഞ്ഞു, ഓ എൻ്റെ അളിയൻ വന്നിരുന്നു എന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞുവെന്ന്, അഭിമാനത്തോടെ പറഞ്ഞുവെന്ന്. എന്താണ് സൂചിപ്പിക്കുന്നത്? സഹോദരങ്ങൾ തമ്മിലുള്ളതായ സ്നേഹം നിലനിർത്തുവാൻ യേശു ആഗ്രഹിച്ചതുപോലെ താനും ആഗ്രഹിച്ചു. അവസാനമായിട്ട് എൻ്റെ പേരിൽ ഉള്ളതായ ഒരു ദൗത്യം, വിളനിലക്ക് കോശി കുടുംബത്തിൻ്റെ പേരിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുവാൻ കടമപ്പെട്ടവരാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ച മുതൽ ഇന്ന് ഈ ഉച്ച വരെ ഞങ്ങൾ പല വിധത്തിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ അന്ത്യശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ഭവനത്തിൽ വന്നു അല്ലാതെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായ അനേകരുണ്ട്. പേരുകൾ പറയുവാൻ അസാധ്യം. ഇന്ത്യൻ മിഷണറി ഫെലോഷിപ്പിന്റെ പ്രവർത്തകരായിട്ടുള്ളവർ കുടുംബാംഗങ്ങളെ പോലെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. വിശ്വാനിയുടെ പ്രവർത്തകര്, സാൽവേഷൻ ആർമി മാവേലിക്കരയിലെയും മറ്റ് സഭാംഗങ്ങളും ചേർന്ന് എല്ലാ ശുശ്രൂഷയും ഭംഗിയാക്കി തീർത്തു. ഇന്ന് ആ മാവേലിക്കര കോറിന്റെ മേലധ്യക്ഷന്മാരും ടെറിട്ടോറിയൽ കമാൻഡർ ഉൾപ്പെടെ എല്ലാ ആളുകളും ചേർന്ന് ഇങ്ങനെ ഒരു അന്ത്യശുശ്രൂഷ ഒരുക്കിയതിൽ ചുമതലപ്പെട്ട എല്ലാവരോടും പട്ടക്കാരായ അച്ഛന്മാരായ അനേക ദിവസങ്ങളിൽ കടന്നു വന്നു. അയ്യാമാര് മാവേലിക്കര മാത്രമല്ല അടൂരും അത് പരിസര പ്രദേശങ്ങളിലും മാങ്ങി CSI വർത്തമാ മറ്റ് സഭകളിൽപ്പെട്ട അച്ഛന്മാര്, പാസ്റ്റർമാര്, തമിഴ്നാട്ടിൽ നിന്ന് അനേകർ കടന്നു വന്നു. എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും നന്ദിയും ആദരവും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. കുടുംബത്തിന്റെ പേരിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്. ഇപ്പോൾ വിശ്രാമിൽ മാഡം അയ്യമ്പത്തിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നതാണ്. ഈ പ്രത്യേകമായ വിഷയങ്ങളിൽ വാക്കുകൾക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ട് വളരെ എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കട്ടെ. കഴിഞ്ഞ 2 വർഷക്കാലം ഇന്ത്യൻ മിഷണറി ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളെ ഒരു സഹപ്രവർത്തകരായിരുന്നു. ഞങ്ങൾക്ക് ഒരു പിതാവിനെ പോലെ വേണ്ട മാർഗനിർദ്ദേശം നൽകിയ ഞങ്ങളുടെ സഹോദരനെ കുടുംബത്തെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കിയത് ഈ പ്രസ്ഥാനത്തിന് നിരത്താവുന്ന ഇടപാടാണ് അദ്ദേഹത്തിന്റെ ഇടപാടുണ്ടായിരിക്കുന്നത്. ഇന്നത്തെയും ക്രിസ്തു വിശ്വാസികൾ മരണത്തെ നോക്കി അല്പം പോലും ചലനത്തിലാകാറില്ല. മരണത്തെ നോക്കി മരണമേത് ജയങ്ങളുടെയും മരണമേത് വിഷമങ്ങളുടെയും വെല്ലുവിളിച്ച മാർഗത്തിലെ പിന്നണിയാളുണ്ടായതുകൊണ്ട് വേർപാട് ഞങ്ങൾ ദുഃഖിക്കുന്നു. ദുഃഖിതരായ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നൂറ്റാണ്ടുകൾ നിൽക്കുന്ന ഊക്കുമരങ്ങളേക്കാൾ 3 ദിവസം നിൽക്കുന്ന റോസാപുഷ്പമാണ് നൽകുന്നത്. നിശ്ചയമായും
നല്ല ക്രിസ്ത്യസാക്ഷി കുറിപ്പാണ് ദൈവം ദാസനെ സഹായിച്ചു. നിശ്ചയമായ അദ്ദേഹത്തിന്റെ ജീവിതമാർഗം അനുഗ്രഹീയമായിരുന്നു, അനുഗ്രഹകരമായിരുന്നു. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ സ്വന്തം സഹോദരങ്ങളെ പോലെ ഇന്ത്യൻ മിഷണറി ഫെലോഷിപ്പിലെ സഹോദരരായ ഞങ്ങൾ പങ്കുചേർന്നു. ഞങ്ങളുടെ അനുശോചനം ഇത്തരത്തിൽ അറിയിക്കുന്നു. നല്ലവരും വിശ്വസനമായ ദാസനയുള്ള ആ പേര് തികച്ചും യോഗ്യനായി നിത്യതയിൽ പ്രവേശിപ്പാൻ ദൈവത്തെ സാധിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസങ്ങളുമുണ്ട്. ആ ഒരു പ്രത്യാശയിൽ പട്ടിയോട് എന്റെ വാക്കുകൾ പ്രയോഗിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മാസങ്ങളിലും ഞാൻ ആ ഭവനം സന്ദർശിക്കാറുണ്ടായി. അങ്ങനെ ഒരു ദിവസം ബ്രിഗേഡിയർ അവരുടെ റിട്ടയർമെന്റ് ആ ഭവനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്നപ്പോഴാണ് ശ്രീ കോശി സാർ അവരുടെ പരിചയപ്പെടുവാനുള്ളതായ അവസരം എനിക്ക് ലഭിച്ചത്. വളരെ താല്പര്യത്തോടുകൂടെ അന്ന് അദ്ദേഹം സംസാരിച്ചത് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്. പരേതനായ വി കെ ശ്രീലാസയ്യയുടെ ശവസംസ്കാര ശുശ്രൂഷയിലും തുടർന്നുള്ളതായ നാളുകളിലും ഞാൻ ഇന്ന് സംസ്ഥാന മുഖ്യ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായ ലഫ്റ്റനന്റ് പി എം ജോസഫ് അവരോട് ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ഡിവിഷൻ സെക്രട്ടറിയായി അടൂരിൽ സേവനമനുഷ്ഠിക്കുകയായി. അന്ന് പതിവായി അടൂർ സെൻട്രൽ ഹോളിൽ എല്ലാ ആരാധനയിലും സംബന്ധിക്കുന്നതായ ഒരു വന്യദേഹമായിരുന്നു ശ്രീ കോശി അവർ. അന്ന് അവർ ഇരുവരും കുടുംബമായി തങ്ങളുടെ ഇളയ മകനോട് ഒരുമിച്ച് കായംകുളത്ത് താമസിച്ചു വരികയാണ്. അവിടെ നിന്ന് പതിവായി എല്ലാ ആഴ്ചയും അടൂരിലുള്ളതായ ആരാധനയിൽ അദ്ദേഹം സംബന്ധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ സുവിശേഷ താല്പര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിവസം അദ്ദേഹം യാദൃശ്ചിക ഓഫീസിലുള്ളതായ സന്ദർഭത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് നിങ്ങളുടെ വാത്സല്യ പിതാവിന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടർന്ന രക്ഷാസൈന്യത്തിന്റെ ഒരു ശുശ്രൂഷകനായി തീരുവാനായി കഴിയുമോ എന്ന അദ്ദേഹത്തോട് ആരാഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി ശ്രീ കോശി അവറുകൾ ഞങ്ങളുടെ ആവശ്യം അദ്ദേഹം അംഗീകരിക്കുകയും അടൂർ ഡിവിഷനിലുള്ളതായ പൂവറ്റൂർ എന്ന് പറയുന്നതായ സഭയുടെ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ പൂവറ്റൂർ കോറിന്റെ ഉദ്യോഗസ്ഥരായി കോർ ഹെൽപ്പേഴ്സായി ശ്രീ കോശി അവറുകളെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും നിയമിച്ചുകൊണ്ടുള്ളതായ ശുശ്രൂഷയ്ക്ക് പൂവറ്റൂർ കോറുകൾ അന്ന് നേതൃത്വം വഹിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. രക്ഷാസൈന്യത്തിൽ പൂവറ്റൂർ കോറിന്റെ ഉദ്യോഗസ്ഥരായ അദ്ദേഹം കടന്നു ചെന്ന അദ്ദേഹത്തെ അവിടെയുള്ള പാവപ്പെട്ടവരായ സൈനികർ 5000 എന്ന് വിളിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോട് അദ്ദേഹം വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്നെ ഇവിടെയുള്ള ജനം 5000 എന്ന് വിളിച്ചപ്പോൾ സ്വർഗീയമായ സന്തോഷം ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞത് ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഈ നാളുകളൊക്കെയും ഒരു രക്ഷാസൈനികൻ എന്ന് പറയുന്നത് ശ്രീ കോശി അവറുകളും അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യയും അഭിമാനം കൊണ്ടു എന്ന് പറയുന്നതിൽ ഞാൻ അതിയായിട്ട് സന്തോഷിച്ചു. പൂവറ്റൂർ അദ്ദേഹം അനുഷ്ഠിച്ചതായ സേവനം ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. അന്ന് ഡിവിഷൻ സെക്രട്ടറി എന്നുള്ളതായ നിലയിൽ പലപ്പോഴും പൂവറ്റൂർ കോർ സന്ദർശിക്കുന്നതിനും അവിടെയുള്ളതായ ആരാധനകളിൽ സംബന്ധിക്കുന്നതിനും ശ്രീ കോശി അവറുകളുടെയും അദ്ദേഹത്തിന്റെ ഭക്തിയുടെയും സേവനം മനസ്സിലാക്കുന്നതിനുള്ളതായ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ കോറിന്റെ ചുമതല ഉദ്യോഗസ്ഥൻ എന്നുള്ളതായ നിലയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ആ കോറിലെ തന്നെ ഒരു വീരൻ അടുത്ത് ഒരു മാടക്കട തുടങ്ങി. ആ കട തുടങ്ങിയതായ സന്ദർഭത്തിൽ ആ കട ഉദ്ഘാടനം ചെയ്യുവാൻ പ്രാർത്ഥിക്കുവാൻ കോശി സാറിനെ ക്ഷണിക്കുകയുണ്ടായി. ആ കടയിൽ കോശി സാർ ചെന്നതായ സന്ദർഭത്തിൽ വെറ്റില തട്ടവും വീടിപ്പെട്ടിയും ഒക്കെ ഇദ്ദേഹം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ജോർജ്, നീ വീടി വലിക്കുന്നവനല്ല, നീ വെറ്റില കൊടുക്കുന്നവനല്ല, നീ ഇത് ചെയ്യുവാനായി പാടില്ല, നീ ഇത് ചെയ്യുമെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കുവാനായി കഴിയുകയില്ല എന്ന് പറഞ്ഞു. ജോർജ് അവർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ ഇതിവിടെ നിന്ന് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞു. ആ വീടിപ്പെട്ടിയും വെറ്റില തട്ടവും ഒക്കെ ആ കടയിൽ നിന്ന് മാറ്റി പകരം ശ്രീ ജോർജിന് ആ കടയിൽ കച്ചവടം നടത്തുന്നതിന് പഴക്കൊലകൾ ശ്രീ കോശി സാർ അവർ തന്റെ പോക്കറ്റിലെ പണം നൽകി വാങ്ങിക്കൊടുത്തത് ഞാൻ ഓർക്കുകയാണ്. ആ കോറിലുള്ള എല്ലാ സൈനികർക്കും അദ്ദേഹം വേദപുസ്തകം വാങ്ങിക്കൊടുത്തു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കയറി ഇറങ്ങാത്ത വീടുകൾ പൂവറ്റൂർ മലയിൽ ഇല്ല എന്ന് ഈ സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. രാത്രിയിലുള്ള കുടുംബാരാധനകളെ അദ്ദേഹം അഭിമാനത്തോടെ സംബന്ധിച്ചു. വളരെയധികം രക്ഷാസൈന്യത്തെ സ്നേഹിക്കുകയും കരുതുകയും അദ്ദേഹം ചെയ്തു. രക്ഷാസൈന്യ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം മാനിച്ചു. ചില നാളുകൾ പിന്നിട്ടപ്പോൾ സംസ്ഥാന മുഖ്യസ്ഥാനം അദ്ദേഹത്തിന്റെ നിയമനം അംഗീകരിക്കുകയും സംസ്ഥാനാധിപൻ അദ്ദേഹത്തെ ആ കോറിന്റെ ചുമതല ഉദ്യോഗസ്ഥനായി കോർ ഹെൽപ്പർ എന്നുള്ളതായ നിലയിൽ നിയമിച്ചിരിക്കുന്നു എന്ന്
ഫീൽഡ് സെക്രട്ടറിയുടെ കത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ശാരീരികമായി സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നത് കൊണ്ട് ചില ആഴ്ചകൾ പിന്നിട്ടപ്പോൾ തൻ്റെ പൂവറ്റൂരിലുള്ളതായ ചുമതലയിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ് ചെയ്തത്. എന്നാൽ രക്ഷാസൈന്യത്തെ വളരെ സ്നേഹിക്കുകയും രക്ഷാസൈന്യത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളതായ എല്ലാ കാര്യങ്ങളും വളരെ അടിക്കോടും ചുട്ടിയോടും കൂടെ അദ്ദേഹം നടത്തിയത് ഞാൻ ഓർക്കുകയാണ്. പൂവറ്റൂർ ഗ്രൂപ്പ് പൂവറ്റൂർ സ്ഥിതി ചെയ്യുന്നത് പുത്തൂരിനടുത്താണ്. അതിനടുത്തുള്ളതായ കോറുകളൊക്കെ മലയും ഒക്കെ നിറഞ്ഞതായ കോറുകളാണ്. എന്നാൽ ഓണവാര ക്യാമ്പയിനിൽ എല്ലാ യോഗങ്ങളിലും അദ്ദേഹം പതിവായി സംബന്ധിക്കുകയും പരസ്യ യോഗങ്ങളിൽ സാക്ഷ്യം പ്രസ്താവിക്കുകയും രക്ഷാസൈന്യത്തിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് പരസ്യ യോഗങ്ങളിൽ സാക്ഷ്യം പറയുകയും ഞാൻ പരേതനായ ബ്രിഗേഡിയർ ശീലാസ് അവരുടെ മകനാണെന്ന് വളരെ അഭിമാനത്തോടുകൂടെ സാക്ഷ്യം പ്രസ്താവിച്ചിട്ടുള്ളത് ഞാൻ ഈ സന്ദർഭം ഓർക്കുകയാണ്. രക്ഷാസൈന്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തു. ഈ അടുത്ത നാളിലായി വളരെ താല്പര്യത്തോടുകൂടെ ബഹുനിയനായ ഡിവിഷന്റെ അധിപതി ലഫ്റ്റനന്റ് കേണൽ പി ജെ ജോർജ് അയ്യായോട് പറഞ്ഞത്, സംസ്ഥാനാധിപന്റെ ഭവനത്തിൽ വന്ന് ഞങ്ങളോട് ഒരുമിച്ച് അല്പസമയം ചെലവഴിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ആയതിനുള്ള ഒരു ക്രമീകരണം എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്ന കേണൽ അവരോട് ആവശ്യം. ഈ കഴിഞ്ഞ മാസം സംസ്ഥാനാധിപനും അദ്ദേഹത്തിന്റെ പത്നിയും കോശി സാറിന്റെ ഭവനം സന്ദർശിക്കുകയും ഒരു വൈകിട്ട് അവരോട് ഒരുമിച്ച് അത്താഴം കഴിക്കുകയും അവരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ മാസം അതിനുള്ളതായ അവസരവും കോശി സാറിന് ലഭിക്കുകയുണ്ടായി. രക്ഷാസൈന്യത്തെ ജീവനതുല്യം സ്നേഹിക്കുകയും ഒരു രക്ഷാസൈനികൻ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തു. മറ്റൊരു പ്രസ്ഥാനത്തിൽ ഔദ്യോഗികമായി ചുമതല വഹിച്ചിരുന്നുവെങ്കിൽ പോലും ഒരു രക്ഷാസൈനികൻ എന്ന് പറയുന്നതിൽ താൻ അഭിമാനം കൊള്ളുകയാണ് ചെയ്തത്. 1-2 ആഴ്ചകൾക്ക് മുൻപ് ഈ കോറിന്റെ ട്രഷറർ സംസ്ഥാന മുഖ്യ സ്ഥാനത്തേക്ക് മറ്റൊരാവശ്യത്തിനായി കടന്നുപോയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ ഭവനത്തിൽ രക്ഷാസൈന്യത്തിന്റെ ഒരു പതാകയില്ല, ആയതുകൊണ്ട് എന്റെ ഭവനത്തിൽ രക്ഷാസൈന്യത്തിന്റെ ഒരു പതാക ആവശ്യമാണ് എന്ന് പറഞ്ഞ് സംസ്ഥാന മുഖ്യ സ്ഥാനത്ത് നിന്ന് ഒരു പതാക വാങ്ങി അദ്ദേഹത്തിന്റെ സന്ദർശന മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. രക്ഷാസൈന്യത്തെ ജീവനത്തിലും സ്നേഹിക്കുകയും കരുതുകയും ചെയ്തതായ ശ്രീ കോശി അവർക്ക് ഈ ഡിവിഷന്റെ പേരിൽ ഡിവിഷൻ കമാൻഡറുടെ പേരിലുള്ളതായ എന്റെ അന്ത്യ അഭിവാദനം അർപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിലെ അംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അന്ത്യ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. ഈ ഫോറത്തിന്റെ സെക്രട്ടറി സേവനം ചെയ്യുന്ന സുധീർ സാമൂഹ്യ ചില വാർത്ത സംസാരിക്കും. ജീവിതത്തില് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരമായി ഞാൻ എന്നെ കണക്കാക്കും. ഈ കോറിലെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന വളരെ കാര്യമായൊന്നും പ്രസംഗിക്കാൻ എനിക്കറിയില്ല. വാക്കുകളിൽ ഞാൻ വളരെയധികം ക്ഷമിക്കുന്നു. മഹത്വത്തിലേക്ക് കടന്നുപോയ ഒരു ദിവസം ഞങ്ങളുടെ ഈ കൊച്ചു കോറിലേക്ക് കടന്നു. എല്ലാം കൊണ്ടും ചെറുത് എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ഈ കൊച്ചു കോറിൽ സാറും അമ്മാവയുടെ ഒരു ദിവസം കടന്നു. സാറിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. സാറിന്റെ പിതാവ് സാൽവേഷനാമയുടെ ചരിത്രത്തിലെ തിളക്കമാർന്ന വ്യക്തിത്വത്തിനുടമയായ ഒരു പവിഴമുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി അറിയാത്തത് ആരും തന്നെ വിശ്വാസം ചെയ്യുന്നില്ല. സാറ് എന്ന് സാക്ഷി പറഞ്ഞ് ഇന്നാളുടെ മകനാണ് എന്നിവിടെ നിന്ന് സാറിന്റെ സാക്ഷ്യത്തിലൂടെ പറഞ്ഞു. സാക്ഷ്യം പറയേണ്ട ആവശ്യം തന്നെ ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും സംസാരിക്കുമ്പോൾ മറ്റൊരു ശീലാസയ്യ, കുറെ കൂടെ സുലഭമായ ഒരു ശീലാസയ്യ സംസാരിക്കുന്ന അതിന്റെ ഒരു ആവർത്തനം പോലെ ഒരു തെളിവുമില്ലാതെ ഞങ്ങൾക്ക് മനസ്സിലായി. ദൈവയുടെ മകനിലൂടെ വരികയും ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും
അർത്ഥത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുകയുണ്ടായി. സാറ് നേരിട്ട് പറഞ്ഞാൽ ദിവസങ്ങളോളം സംസാരിച്ചാൽ തീരില്ല. സാക്ഷി പറയുവാൻ, നമ്മൾക്ക് മറ്റൊരാളുടെ സാക്ഷി പറയുവാനായി ഈ ലോകത്ത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹിപ്പോക്രസിയിലെയും കപടനാണയങ്ങളുടെയും ഒക്കെ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകളെ മാത്രമേ ഈ ലോകത്ത് ദർശിക്കുവാനായി സാധിക്കത്തുള്ളൂ. സാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഞാൻ ഒരു ദിവസം സാറിനോട് സാറ് ഇവിടെ വരാനുള്ള സാറിനെ ഞങ്ങളുടെ പള്ളിയിൽ സാറെ വരാനുള്ള സാറിനെ നൽകിയ ദൈവ പ്രേരിതമായ കാര്യം എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നതിന്റെ തോത് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് സാറിന് ഒരു നഷ്ടം, തീരാ നഷ്ടം എന്നത് നമ്മൾ ചുമ്മാ സംസാരിക്കുന്നത് പോലെയല്ല. ഞങ്ങൾക്ക് സാറിന് ഞങ്ങൾക്ക് എങ്ങനെ ചിത്രീകരിക്കണം എന്നറിയാം. ഞങ്ങൾക്കൊരു ജ്യേഷ്ഠനായിരുന്നു, ഞങ്ങൾക്കൊരു പിതാവായിരുന്നു, ഞങ്ങൾക്കൊരു വഴികാട്ടിയായിരുന്നു, ഞങ്ങൾക്കൊരു ആത്മീയ നാഥനായിരുന്നു എന്ന് എങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്ക് അറിയണം. എല്ലാ ദിവസവും കൃത്യം 8 മണിക്ക് മുമ്പ് ആരാധനാലയത്തിൽ ഞങ്ങളൊക്കെ ചില വീട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്യും. സാർ 8 മണിക്ക് വരുമ്പോൾ ഞങ്ങൾക്കൊരു നാണക്കേടാണ്. സാർ 8 മണിക്ക് വരുമ്പോൾ ഞങ്ങൾ പിന്നെ അത് ആ സമയം ഒന്നും ഇടാതെ എന്നാൽ എല്ലാമായി നിറഞ്ഞ് ഈ ആരാധനാലയത്തിൽ ആ ഭാഗത്ത് കത്തേരി സ്ഥാപിക്കാൻ വന്നിരിക്കുമ്പോൾ ആ ഭാഗത്ത് രാജകീയ നിറമുണ്ടായി. സത്യമായ കാര്യം അദ്ദേഹത്തിന്റെ ജീവിതം ഞങ്ങളുടെ ഒരു മാർഗദർശനമാണ്. ഇത് സംസാരിക്കുമ്പോൾ തികച്ചും സത്യസന്ധമായ കാര്യങ്ങളാണ്. വെറുതെ ഒരു ഭംഗിവാക്ക്, മരിച്ചുപോയ ആളുകളെ പറ്റി ഭംഗിവാക്ക് പറയുന്നത് ഒരു സാധാരണമാണ്. പക്ഷേ കൊച്ചി സാറിനെ പറ്റി ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. മോശമായ ഒരു കാര്യം സാറിനെ പറ്റി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ഏറ്റവും അവസാന സമയത്ത് ഞാൻ കഴിഞ്ഞ 2 മാസക്കാലമായി എനിക്ക് കാലിൽ പാരലിസിസ് വന്നിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ ഹോസ്പിറ്റലിലാണ്. സായി സമയത്താണ് സാർ മരിച്ചു. ഞാൻ ഈ ചടങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾക്ക് നൽകിയ സേവനങ്ങൾ സാർ ഞങ്ങളുടെ മനസ്സിൽ വേറിട്ട് ഉറപ്പിച്ച ആ ദർശനങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ കോറിന്റെ പേരിൽ സാർ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹകരണങ്ങൾക്കും മാവേലിക്കര സെൻട്രൽ കോറിന്റെ ചരിത്രമുള്ളത്തോളം അതിന്റെ ചരിത്രത്തിന്റെ സുഖനിലവുകളിൽ സാറിന്റെ പേര് രേഖപ്പെടുത്തും. ഞങ്ങൾക്കെന്നും നല്ല ഓർമ്മകളായി ഞങ്ങൾക്ക് ആത്മീയ ദർശനങ്ങൾ നൽകിയ മഹാപുരുഷനായി ഞങ്ങളുടെ മനസ്സിൽ സാറിനും എന്നും ജീവനോടുകൂടി നിലനിൽക്കും എന്ന് ഞങ്ങൾ പ്രസ്താവിക്കുകയും തന്റെ പിതാവിനെ പറ്റി സാക്ഷ്യം പറയുവാൻ മകന് കഴിയുന്നത് പോലെ അതെല്ലാവരും കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. പിതാക്കന്മാരെ പറ്റി, സഹോദരന്മാരെ പറ്റി, മറ്റാളുകളെ പറ്റി നല്ല സാക്ഷ്യം പറയാം. കൊച്ചി സാറിനെ പറ്റി നല്ല സാക്ഷ്യങ്ങൾ പറയുവാൻ അദ്ദേഹത്തിന്റെ ജീവിതം നല്ല മാതൃകളായി തീരട്ടെ. കുടുംബത്തിന് അവർക്കെന്നും സാറിന് മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ വേദനയിൽ ഞങ്ങൾ പങ്കെടുക്കുകയും സാറിന്റെയും മരണത്തിൽ എല്ലാ പ്രത്യാശകളും അമ്മാവിന്റെ ദൈവം നൽകുകയുണ്ടായി. അടിക്കടി ആ കുടുംബം അവരുടെ
അതിശ്രേഷ്ഠമെന്ന് ഞാൻ കരുതുകയും അവസരം തന്ന എൻ്റെ നടത്തിപ്പുകാരോട് ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഉണ്ടാവില്ല. കമ്മീഷണർ ആവുന്നതിലേക്ക് തന്നെ ആസനത്തിൽ നിന്ന് നിർത്തും. അനേകം ആളുകൾ സംസാരിക്കാനുണ്ട്, എന്നാൽ അവർക്കൊക്കെ സമയം കൊടുക്കാൻ കഴിയാതെ ഇരിക്കുന്നു. ഇപ്പോൾ സ്നേഹമുള്ള കോശിസ്ഥാർ അവർ എഴുതിയ അദ്ദേഹത്തിന്റെ പിതാവ് എഴുതിയ ഒരു മനോഹരമായിട്ടുള്ള ഗാനം ദേശാസന്യ പാഠപുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ആ ഗാനം പാടണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ലക്ഷ്മണസന്യ പാഠപുസ്തകത്തിലെ 34-ാമത്തെ ഗാനം ഏവർക്കായി ജീവനെ വൻകരിച്ചതിന്റെ പൊന്നേശുവോടൊന്നും പാർത്തിയുള്ള ഗാനം പാടും. പ്രയോഗിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ചുമതല ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്തു. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് വന്ന് ചേരാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്
ഇപ്പോൾ കമ്മീഷണറുകൾ നമ്മൾ സംസാരിച്ചതിന് ശേഷം നാം ശരീരവുമാണ് ശ്മശാന ഭൂമിയിലേക്ക് പോകുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ സംബന്ധിക്കാനായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം തന്നെ ധാരാളമാക്കാൻ സന്ദർഭത്തിൽ കർത്താവിന്റെ പേര് നിങ്ങളെ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. My apology due to the two accidents on the way. We've been held up and we are late. ഒന്നാമതായി ഞാൻ ക്ഷമാപണം നടത്താൻ ആഗ്രഹിക്കുന്നത് വരുന്ന വഴിക്ക് 1-2 അപകടങ്ങൾ നടന്ന മുഖാന്തരം ഞങ്ങളുടെ ട്രാഫിക്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. I have come myself as servant of God to join the Koshi family at these moments of their need. ദൈവത്തിന്റെ ശുശ്രൂഷകൾ എന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്മൾ നേരെ പോയ സഹോദരൻ കോശിയുടെയും പ്രത്യേകമായ സന്ദർഭത്തിൽ വന്നു ചേരുവാൻ്റെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. All of you are here to show the sympathy and the solidarity with the Koshi family. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് നിശ്ചയമായും ഈ കോശി കുടുംബത്തോടുള്ളതായ സഹാനുഭൂതിയും നിങ്ങളുടേതായ പ്രാർത്ഥനയും അറിയിക്കാൻ വേണ്ടിയാണല്ലോ. Shall we for a few minutes meditate on the word of God? തിരുവനന്തപുരത്ത് നിന്ന് ചുരുങ്ങിയ ചില സമയം നമുക്ക് ധ്യാനിക്കാം. When we live on this earth, we have a place to live. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ താമസിക്കുവാൻ ഒരു വാസസ്ഥലമുണ്ട്. It may be small hut, it may be medium-sized house, or it may be beautiful bungalow. അത് ഒരു ചെറിയ കുടിലായിരിക്കാം, അല്ലെങ്കിൽ ഇടത്തരത്തിലുള്ളതായ ഒരു ഭവനമായിരിക്കാം, അല്ലെങ്കിൽ മനോഹരമായ ഒരു വലിയ കെട്ടിടം തന്നെയായിരിക്കാം. What it may be, it is a house in which we live. എന്നാൽ അവിടെ ആ ഭവനത്തിനുള്ളിൽ ജീവിക്കുന്നവർ താമസിക്കുന്നവർ ആരാണ് എന്നതിനെ സംബന്ധിച്ചാണ് ആ കുടുംബത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നത്. Genesis chapter 2 and verse 7 tells us, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം നമ്മളോട് പറയുന്നത്, out of dust, out of this earth, God taken a clay or dust and made a house. നിലത്തിൽ നിന്ന് പൊടിയുടെ തരിൽ നിന്നാണ് മനുഷ്യനെ അത് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. And this verse tells us, then God breathed into Adam's nostrils the breath of life. അതിനുശേഷം ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അത് ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ്. And then he become a living human being. അങ്ങനെ ഒരു ജീവനുള്ള മനുഷ്യനായി ജീവനുള്ള ദേഹിയായി തീരുകയാണ് ചെയ്തത്. A human body have two parts. ഒരു മനുഷ്യ ശരീരത്തിൽ അത് 2 ഭാഗമാണ് ഉള്ളത്. One we call body, ഒന്നാണ് ശരീരം, which is taken from the earth and ultimately it go to earth. അത് ഭൂമിയിൽ നിന്ന് നിലത്തിൽ നിന്ന് എടുത്തിരിക്കാൻ അത് അവസാനമായി നിലത്തോട് ചേരേണ്ടതാണ്. The second part is soul. രണ്ടാമത്തേത് ആത്മാവാണ്. It comes from God and goes back to God. അത് ദൈവത്തിൽ നിന്ന് വന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം എടുക്കപ്പെടുന്നു. That a common people or in this world is a very fearful word. എന്നാൽ ഈ സാധാരണക്കാരായ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് വളരെ അത് ഭയം ജനിപ്പിക്കുന്ന ഒരു വാക്കാണ്. It's a frightening word. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. Why for the common people of this world is death word is a frightening word? മരണങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സാമാന്യജനമായ നാം സാധാരണക്കാരായ നാം എന്തുകൊണ്ട് നാം ഞെട്ടുന്നു, ഭയപ്പെടുന്നു? Because this is a final going from this world and no more return. കാരണം ഈ ലോകത്തിൽ നിന്ന് അന്ത്യമായി നാം യാത്ര പറയുകയാണ്, ഒരിക്കലും നാം ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നില്ല. Future unknown. ഭാവി അനിശ്ചിതമായിട്ട് നമുക്ക് അറിയാൻ പാടില്ല, അജ്ഞാതമാണ്. Some of the more things, but I will not mention now. മറ്റു ചില കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അത് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. This is not the case with the Christians. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നാം ഈ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയല്ല അതിന്റെ വസ്തുത. Of course, we cannot set aside the separation of the loved ones. അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേർപെട്ടു പോകുന്ന സന്ദർഭമുണ്ട്, നാം വേറെ നിൽക്കുന്ന സന്ദർഭമുണ്ട്. Because separation leave the vacuum and it creates the pain and sorrow. കാരണം വേർപാടെന്ന് പറയുന്നത് ഭവനത്തിലൊരു ശൂന്യത വരുത്തുന്നു, അത് വളരെയധികം വേദനാജനകമാണ്, വളരെയധികം ദുഃഖകരമാണ്. But ultimately, this is not the case with the believers. വിശ്വാസികളെ സംബന്ധിച്ച് അതല്ല അതിന്റെ അന്ത്യം. With the believers, death is a door to enter into another phase of life. വിശ്വാസികളെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് മറ്റൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള ഒരു കവാടമാണ്, ഒരു പ്രവേശന ദ്വാരമാണ്. For the believer, the future is not unknown. വിശ്വാസിയെ സംബന്ധിച്ച്
ഈ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമുക്ക് അജ്ഞാതമല്ല. That is not a frightened face. നമുക്ക് അത് വളരെ ഭീതിയോടെ നേരിടേണ്ട ഒരു അവസ്ഥാവിശേഷവുമല്ല. Right into the Corinthians, 2 Corinthians chapter 5 and verse 1. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നത്, With a very solid hope and faith, Paul is talking to the church at Corinthians. അതുപോലെ കൊരിന്ത്യരോട് പറയുന്നത് നമ്മുടെ ആ വിശ്വാസത്തെ സംബന്ധിച്ച ദൃഢമായ ആ അനുഭവത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. What he says in this first verse? 1-ാമത്തെ ഭാഗം എന്ത് പറയുന്നു? I currently read you 2 Corinthians chapter 5 and verse 1. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. Now we know. That is the word in English version Paul commences. പൗലോസിന്റെ ആ പ്രത്യേകമായ ആ അഭിപ്രായം പറയുന്നത് ഇപ്പോൾ ഞാൻ അറിയുന്നു, അതാണ് ഇംഗ്ലീഷ് വേദത്തിൽ പറയുന്നത്. Now we know it means we have faith. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട്, ആ വിശ്വാസം മുഖാന്തരം നാം അറിയുന്നത്. Now we know means we have the spiritual experience. ആത്മീയമായ അനുഭവം നമുക്കുണ്ട്, അത് നാം അറിയുന്നു. When this earthly tent will be broken down, ഈ കൂടാരമായിട്ടുള്ള ഈ ഭവനം അഴിഞ്ഞു പോയാൽ, it will be destroyed, അത് നശിപ്പിക്കപ്പെടുമ്പോൾ, then we will live in a house which is built by God himself. മറ്റൊരു ഭവനമുണ്ട്, ദൈവ കരങ്ങളാൽ നിർമ്മിതമായ ഭവനത്തിൽ വസിക്കുവാനുള്ളതായ ഒരു പാർപ്പിടം. That is eternal house, അതൊരു നിത്യഭവനമാണ്, which we call eternal life. നാം അതിനെ നിത്യജീവൻ എന്നാണ് വിളിക്കുന്നത്. And that is the hope with which we believers live. വിശ്വാസികളായ നാം ജീവിക്കുന്നത് ആ ഒരു പ്രത്യേകമായ വിശ്വാസം മൂലമാണ്. And this afternoon we joined together as a brother in Christ have called upon by the Heavenly Father. സ്വർഗീയ ഭവനത്തിലേക്ക് വിളിക്കപ്പെട്ടതായ പ്രിയപ്പെട്ട സഹോദരന്റെ വേർപാടിൽ ഇന്ന് നാം എല്ലാവരും കൂടിയിരിക്കുന്ന ഉദ്ദേശം അതാണ്. He has finished the journey on this earth. ഈ ഭൂമിയിലെ തന്റെ യാത്ര അത് അവസാനിപ്പിച്ചിരിക്കുന്നു. And Heavenly Father have called him, come on my child, come and rest with me in peace and happiness. സ്വർഗീയ പിതാവായ ദൈവം ആ പ്രിയപ്പെട്ട മകനെ വിളിച്ചിരിക്കുന്നു, വന്ന് എന്നോട് വസിപ്പിൻ, എന്നോട് വിശ്രമിപ്പിൻ. Absent from the body means present with God. ശരീരത്തിൽ അല്ലെങ്കിൽ നാം ഇപ്പോൾ അതിൽ നിന്ന് അത് ഒഴിഞ്ഞിരിക്കുന്നു പറയുമ്പോൾ ദൈവമായിട്ട് സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. This is the one of the finest statement Paul had made in New Testament. പുതിയ നിയമത്തിലെ ഏറ്റവും പൗലോസ് ഒടുവിലായിട്ട് പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. It is Christian hope. ക്രിസ്തീയ പ്രത്യാശയാണ്. It is believers hope. വിശ്വാസിയുടെ പ്രത്യാശയാണ്. Absent from the body and present with God. അതെ, നാം നമ്മുടെ ശരീരത്തിൽ നാം അത് അപ്രത്യക്ഷമായി ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന അനുഭവം. A child of God when dies or leave this earth, he changes the place and go and live with Heavenly Father. ദൈവ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അഥവാ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുമ്പോൾ ദൈവവുമായിട്ട് ഒരുമിച്ച് വസിക്കുവാനുള്ള ഒരു പദവി ലഭിക്കുന്നു. Someone can say all children of God, those born on this earth. ദൈവങ്ങൾ ചിലരെല്ലാം പറയാം, കുഞ്ഞുങ്ങൾ മക്കൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. But I would say that all are not children of God, but all are creation of Heavenly God. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ല, എന്നാൽ എല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. Because Bible tells us, John chapter 1 and verse 12, those who received him, those who believed in him, he gave them the right to become the children of God. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവരിൽ വിശ്വസിക്കുന്നവരെ ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ്. And the next verse, 13th verse of chapter 1 says, not born of the human parents, but born by God himself, by the Holy Spirit. യോഹന്നാൻ 1:13 പറയുന്നത് അത് ഈ ലോകത്തിന് മാതാപിതാക്കളാണ്, ദൈവത്താൽ ജനിപ്പിക്കപ്പെട്ടതായ മക്കൾ. And we this afternoon joined in a child of God, which is concept to heaven. ദൈവത്തിന്റെ ഒരു പൈതൽ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുന്ന ഈ നിമിഷത്തിലാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത്. That destroys the tent in which the habitant live. താൻ പാർത്തിരുന്നതായ ആ ഭൗമ കൂടാരത്തിൽ നിന്ന് അത് അഴിഞ്ഞു പോയതായ, അതിൽ നിന്ന് വേർപെട്ടു പോയതായ ആ നിമിഷം. But that have no control of the soul which comes from God. അതിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിന് ഒരു നിയന്ത്രണമില്ല എന്നുള്ളതല്ല. For the believers, death is a door entry into heaven. വിശ്വാസികളെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് സ്വർഗീയ കവാടത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടം മാത്രമാണ്.
when we live in this earth, so many difficult and problems come. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടുന്നു. Pain, sickness, hardship, sunshine, rain. വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, മഴ, ഇങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ. But when a believer, a child of God lives, he or she are relieved completely from the suffering or problems and difficulties of this world. എന്നാൽ ഒരു ദൈവപൈതൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, വേർപെടുമ്പോൾ ഇങ്ങനെയുള്ളതായ സ്ഥിതിവിശേഷങ്ങളുടെ പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. Present with God. ദൈവസന്നിധിയിലായിരിക്കും, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. Absent from the body and present with God. ശരീരത്തിൽ നിന്ന് വേർപെട്ട് അതിൽ നിന്ന് പ്രത്യക്ഷമായി ദൈവവുമായിട്ട് അത് സമ്മേളിച്ചിരിക്കുന്നു. This is our Christian hope. ഇതാണ് നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ. We live on this with this hope. ഈ പ്രത്യാശ മുഖാന്തരമാണ് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. When we will be absent from the body, we will be present with Heavenly Father. ജഡത്തിൽ നിന്ന് നാം അപ്രത്യക്ഷമായി കഴിയുമ്പോൾ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചേരുന്നു എന്നുള്ളതാണ്. 2 Corinthians chapter 5 verse 8, Paul says, I prefer to be absent from this body and to be present with Heavenly Father. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മറന്ന് അത് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അടുക്കലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ നാം പറയുന്നു. Because we feel when we leave this earth, we will be relieved from all worldly things. ഈ ഭൂമിയിൽ നാം വേർപെട്ടു പോകുമ്പോൾ എല്ലാവിധമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും നാം വളരെയധികം ആശ്വാസം പ്രാപിക്കുന്നതിന് ഒഴിഞ്ഞിരിക്കുന്നു. When soul lives and go to Heavenly Father, it is relieved from all fleshly temptations and problems. ആത്മാവ് ഈ ജഡത്തിൽ നിന്ന് വേർപെട്ട ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ലോകത്തിന്റെ എല്ലാവിധമായ ജഡാഭിലാഷങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നൊക്കെ അത് ഒഴിഞ്ഞിരിക്കുന്നു. All we believers or Christians, I would say, we live on this earth with hope. എല്ലാ വിശ്വാസികളും പറയുന്നത് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഈ പ്രത്യാശയുടെ മുഖാന്തരമാണ്. ഈ പ്രത്യാശകളെ ഭരിക്കുന്നതുകൊണ്ടാണ്. We do not live in despair. നാം നിശ്ചയമായി ഇതിനുള്ളതായ പ്രതീക്ഷയില്ലെന്നും ഇവിടെ അങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഇവിടെ ജീവിക്കുന്നത്. That's why 2 Corinthians chapter 4 verse, last verse, Paul says, we fix our eyes on Jesus. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം പറയുന്നത്, ഞാൻ കർത്താവായ യേശുവിനെ ഞാൻ നോക്കി പാർത്തിരിക്കുന്നു. Jesus who was crucified and died. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ The third day resurrected. എന്നാൽ 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. And with that hope we live. Look to Jesus that one day through the door of death we will be with him. ആ പ്രത്യാശ മുഖാന്തരമാണ് ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുന്നത്. ഒരിക്കൽ ആ കവാടം നമുക്ക് വേണ്ടി തുറക്കും, അവനോടൊപ്പം നാം ആയിത്തീരും. This morning and this afternoon, comrades, we join together to give thanks to God for the life of Mr. Goshile. എന്റെ പ്രിയ സ്നേഹിതരെ, നാം ഉച്ചകഴിഞ്ഞ സന്ദർഭത്തിലൂടെ ആയിരിക്കുമ്പോൾ സഹോദരൻ ഗോശിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവനാമത്തിന് നന്ദി കരയറ്റുവാനാണ്. I have the chance to meet them at Pilgrim Cruz Hospital when they've been there to give food to the leprosy patients. ആശുപത്രിയിലെ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഞാൻ കണ്ടുമുട്ടുന്നത്. I was so happy here godly people have come to feed the leprosy patients. ദൈവിക ജനം, ദൈവത്തെ അറിയുന്നവരെ, ഭയപ്പെടുന്നവര്, അവിടെ പ്രയാസത്തിരിക്കുന്ന അന്തേവാസികൾക്ക് ഭക്ഷണം നൽകുവാനുള്ളതായ ആ സന്മനസ്. And Mr. Koshi shared with me, this is in thanksgiving and praise of a son who is in America, his married day. അമേരിക്കയിലുള്ള വിവാഹത്തോടുള്ള അതിന്റെ ഒരു പ്രത്യേകമായ നന്ദിയായിട്ട് ദൈവത്തോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഈ ഭക്ഷണം ഇവിടെ നൽകുന്നത് ഞാൻ പറയുന്നുണ്ടായി. Recently I happened to visit Mavelika. മാവേലിക്കൽ ഞാൻ അടുത്ത നാളുകൾ സന്ദർശിക്കുകയുണ്ടായി. And he very kindly, both of them, requested the division commander, we want Commissioner Rama come our home. അവർ ഇരുവരും പ്രത്യേകമായ കമ്മീഷൻ ഞങ്ങളുടെ ഭവനത്തിൽ വരണമേ എന്ന് ഡിവിഷൻ കമാൻഡറോട് പ്രത്യേകം പറയുകയുണ്ടായി. I remember having a lovely evening with them when we were eating food, talking many concerns of Mr. Koshi about God, His kingdom and people. ഒരു സായാഹ്നത്തിൽ ഞങ്ങൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ അത് അവരോടൊത്ത് ഭക്ഷിക്കുമ്പോൾ അനേക സ്മരണകൾ, അനേക കാര്യങ്ങൾ അവരോട് പറയുകയുണ്ടായി. There I was talking and feeling very happy and inspired. Here we are talking godly person who is so much concerned of God's kingdom. അങ്ങനെ അദ്ദേഹവുമായിട്ട് അനേക കാര്യങ്ങൾ പങ്കിടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇതാ ഇവിടെ ഒരു ദൈവിക മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ സാമീപ്യം എത്ര നന്നായിരിക്കുമെന്ന് ഓർക്കുവാനായിട്ട്. I would like to conclude here. എന്റെ പ്രിയ സ്നേഹിതരെ, ഞങ്ങളുടെ തൽക്കാലം നിർത്തട്ടെ. Number one, give thanks to God for the life of Mr. Koshi. ഒന്നാമതായി നാം മിസ്റ്റർ കോശി അവരുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി നമുക്ക് കരയറ്റാം. Though we are in sorrowful mood with his
body here in this church, but rejoicing is in heaven. അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം ശരീരം ഇവിടെ ആയിരിക്കുമ്പോൾ നാം വളരെയധികം വിലാപത്തോടും ദുഃഖത്തോടും കാണപ്പെടുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ ദൈവ സന്നിധിയിൽ സ്വന്തത്തിൽ സന്തോഷിക്കുകയാണ്. As we are joined all together in this funeral, we must face one question. ശവസംസ്കാര ശുശ്രൂഷകമായിരിക്കുമ്പോൾ ഒരു ചോദ്യത്തെ നാം നേരിടണം. To enjoy and the benefit of that everlasting life, and or have I become a child of God? ഈ പ്രത്യേകമായ നിത്യജീവൻ ആ നിത്യവാസം നാം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതിന് ഞാൻ യഥാർത്ഥമായ യോഗ്യമുള്ള പൈതലാണോ എന്നാണ് നോക്കണം. As I said, death is only simple door to pass away. ഒരു ലളിതമായ പാതയാണ് ആ മാർഗത്തിലേക്ക് നാം കടക്കുവാൻ. Enter in heavenly home which God prepared with His own hands. ദൈവത്തിന്റെ സ്വന്തം കരങ്ങളിൽ നിർമ്മിതമായ മനോഹരമായ പാർപ്പിടത്തിൽ എത്തിച്ചേരുവാനാണ് നാം കാത്തിരിക്കുകയാണ്. May God help us to answer this question individually. ഈ ചോദ്യം നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കാൻ അതിനുവേണ്ടി നാം തയ്യാറെടുക്കുന്നതായിട്ടാണ്. Am I a child of God? ഞാൻ ദൈവത്തിന്റെ ഒരു പൈതലാകുന്നു. And we can become the children of God through the repentance of our sins and faith in Jesus. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം കാരണം ദൈവത്തിന്റെ ഒരു പൈതലായി തീരുവാൻ നമുക്ക് കഴിയും. And then when we have faith in Jesus, believe in Jesus, then we live in hope. കർത്താവായ യേശുവിൽ നാം വിശ്വാസം അർപ്പിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് നിത്യജീവന സംബന്ധമായ പ്രത്യാശ ലഭിക്കും. May God bless. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. Thank you very much. ഇപ്പോൾ 377 ചരണമാണ്. അതിനുശേഷം പ്രാർത്ഥിച്ച് നാം ഈ ദേവാലയത്തിലുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാന ചരണം എങ്ങനെയാണ് പറയുന്നത്? നാം പാപികളാണെങ്കിലും യേശു താൻ മരിച്ചു, ശാന്തി ഛേദമായെങ്കിലും യേശു താൻ മരിച്ചു, എല്ലാ കറയുമെങ്കിലും സ്വർഗ്ഗഭാഗ്യം പ്രാപിച്ചിടും, മഹത്വമായിട്ട് യോസിക്കും യേശു താൻ മരിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ പ്രത്യാശയിലാണ്. ഈ പ്രത്യാശയോടുകൂടെ ചേർന്ന് നമുക്ക് പാടാം. അതിനുശേഷം നമ്മെല്ലാം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ഒരു ശുശ്രൂഷ അവസാനിപ്പിക്കും. അവസാനത്തിലാണ് നമുക്ക് പാടാം. Yeah.
In the name of Jesus, my brother in the Lord, Mr. Koshi, I salute you as a servant of God. And I give thanks to God for the life you lived, a witness glorifying Jesus. Salute you in the hope we will meet together one day in heaven in the presence of God. Almighty God, the creator, preserver, and the governor of the whole universe. We stop you, we thank you for your presence with us in the church. We give thanks to you for the life lived in the person of Mr. Koshi. We thank you the life he lived, the life of witness and the life of Jesus ambassador. Father, the closing moments of this service we bring before you the bereaved family. Very special Mrs. Koshi. Continue to strengthen her faith. May the grace of the whole family. We thank you for all the blessings you have bestowed upon your child, Mr. Koshi. May the whole family continue to follow the footsteps of their loved one. Help each one of us to understand that we live on this earth as a traveler. One day we have passed through this door of death and come to your presence. May we know that Jesus is the Savior. Bless this whole congregation now, we pray. Continue to seek your presence as you take the body and go to Gloria. God, the Holy Spirit, continue to lead us even at the time of committal service. May that the final moments of committal services even bring glory to you and inspiration those all attend. Pray all these blessings in the blessed name of Jesus. Praise of Lord Jesus Christ, love of God the Heavenly Father, the abiding presence of God the Holy Spirit, may we each one of you and in a very special way worship Him. ദേവാലയത്തിലെ ശുശ്രൂഷ കഴിഞ്ഞിരിക്കാൻ ഇന്ന് അവസാനം പോവുകയായി. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലാഗ് വെച്ച ഒരു ഗ്രാമ ഫ്രണ്ടിൽ ഉണ്ടാവും. അതിന് ശേഷമായിട്ട് അതിന്റെ വാഹനത്തിൽ പോകേണ്ടതാണ്. അതിനെ തുടർന്ന് ഉദ്യോഗസ്ഥന്മാരുടെ വാഹനം ക്രമീകരിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും വാഹനത്തിൽ തന്നെ വേണമെന്ന് അറിയിക്കുന്നു. അതിനുശേഷമായി അടൂരിൽ വന്ന വാഹനം, പിന്നെ മറ്റുള്ള വാഹനം, ഇങ്ങനെ മാത്രമേ പോകാവൂ എന്ന പേര് നാം ഓർമ്മപ്പെടുത്തുന്നു. ഫ്ലാഗ് വെച്ച നമ്മുടെ സെമിത്തേരിക്ക് തെക്കുവശത്തായിട്ട് റോഡിന്റെ പടിഞ്ഞാറ് സൈഡിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. വരുന്ന വാഹനങ്ങൾ ദയവായിട്ട് അവിടെ പാർക്ക് ചെയ്യണം. ദേവാലയം Christ.
തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം Ray